ഹായ്, എല്ലാവർക്കും തീറ്റപ്രാന്തന്മാരിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം. അതിനായി ഇതേ മോഡലിലുള്ള 6 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലുണ്ട്, ആവശ്യത്തിന് പഞ്ചസാര. ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടി നെയ്യ്, കാഷ്നട്ട്, കിസ്മിസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നെയ്യിൽ കാഷ്നട്ടും കിസ്മിസും വറുത്തെടുക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. നെയ്യ് മെൽറ്റായിട്ടുണ്ട്, കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ടിൻ്റെയൊക്കെ അളവ് ഇഷ്ടം അനുസരിച്ച് മാറ്റാം കേട്ടോ. കാഷ്നട്ടിൻ്റെ നിറം മാറി തുടങ്ങി നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വേറെ വെച്ച് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഹൽവയ്ക്ക് നെയ്യാണ് ഏറ്റവും ആവശ്യം. പിന്നെ എല്ലാവരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാണ് ഇടുന്നത്. പാല് തിളച്ച് വന്നു തുടങ്ങി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു ഈ സ്പൂണിന് 10 സ്പൂണാണ് ഇടുന്നത്. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പഞ്ചസാര അധികം ആവശ്യമില്ലാത്തവർ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ നെയ്യും. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പഞ്ചസാരയും നെയ്യും ഇത്തിരി കൂടുതലായി നിൽക്കുന്നതാണ് ഇഷ്ടം. നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പാല് പെട്ടെന്ന് പൊങ്ങിയും വരും. ഇത് മുഴുവൻ വറ്റുന്നത് വരെ നമ്മൾക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് നമ്മൾക്ക് നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന ആ അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് ഇടാം. പാല് വറ്റിയിട്ടില്ല, നന്നായി വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് പഞ്ചസാര മതിയോ എന്ന് നോക്കണം, മധുരം. ഇപ്പം ഞാനിട്ട പഞ്ചസാര ഇവിടെ പാകമാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റാം. കുറച്ച് നെയ്യും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് ഇതിൻ്റെ മുഖ്യം. ആവശ്യമുള്ളവർ ഒഴിച്ചാൽ മതി. ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക വറ്റുന്നത് വരെ. ഞാനിതിനകത്ത് വേറെ കളറൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ക്യാരറ്റ് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എടുക്കാൻ നോക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഏകദേശം ആകാറായിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്ന സമയത്ത് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്നതാണ് അതിൻ്റെ പാകം. മാറ്റി വന്നു തുടങ്ങിയത് നമുക്കിത് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ നമ്മളിത് മാറ്റിയെടുക്കണം, ഇല്ലെങ്കിൽ അത് കട്ടിയായി പോവും. വളരെ സ്വാദിഷ്ടമായ ക്യാരറ്റ് ഹൽവയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. നമുക്ക് ഇതിനകത്ത് ബാക്കിയിരിക്കുന്ന ആ കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.